ചില ലേഡീസ് എൻ്റെ അടുത്ത് വന്നിട്ട് ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുതലാണ്, ബ്രസ്റ്റ് റിഡക്ഷൻ സർജറിയുടെ ഓപ്ഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടറിൻ്റെ ഒരു മുന്നത്തെ ഒരു റീൽ ഞാൻ കണ്ടിരുന്നു റിഗാർഡിങ് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി. സോ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒരുപാട് നെഗറ്റീവ് കമൻസ് ആണ് അതിന് താഴെ ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി മെയിൽസ്, അവർക്കാണ് ലൈക്ക് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറിയുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര ഒരു അൺവാണ്ടഡ് സർജറിയാണ്, അങ്ങനത്തെ രീതിയിൽ ഒരുപാട് രീതിയിലുള്ള ഒരു നെഗറ്റീവ് കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. ഒരുപാട് നല്ല കമന്റ്സും ഉണ്ട് അതിനകത്ത്. ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി ആസ് യു സെഡ്, നെഗറ്റീവ് കമന്റ്സ് എത്തുന്നത് കൂടുതൽ മെയിൽസ് ആണെന്ന് ഞാനും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരല്ല അവര്. അതായത് ഇപ്പോൾ ഒരു ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എത്രമാത്രം അത്യാവശ്യമാണ് അല്ലെങ്കിൽ എത്രമാത്രം നല്ലതാണെന്നുള്ളത് ഇപ്പോൾ ഒരാളുടെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിന് ഉത്തമ തെളിവാണ് ഇവിടെ ഇപ്പോഴത്തെ കേരളത്തിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ എത്രമാത്രം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി, കഷണ്ടിക്ക് മരുന്നില്ല എന്നുള്ള ചൊല്ല് മാറി നമുക്കിപ്പോൾ അതിനൊരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനും കാര്യങ്ങളും ആയിട്ട് വന്നുള്ള അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാം, അവർക്ക് അത് ചെയ്യുന്നതുകൊണ്ടുള്ള അവർക്കുള്ള സോഷ്യൽ ഇമ്പാക്ട് എന്താണെന്നറിയാം, അവരുടെ കോൺഫിഡൻസിലുള്ള ബൂസ്റ്റ് എന്താണെന്നറിയാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ അടുത്ത് പറയാത്ത പോലെ ഇഷ്യൂസ് ആയിരിക്കും അവർ പലവരടുത്തും എൻ്റെ അടുത്ത് വരുമ്പോൾ അവർ മെൻ്റൽ ഡിപ്രഷനിലും കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് ബ്രാസ്ട്രാപ്പ് പൊട്ടിയ പാടുണ്ടാവും, നടുവിൽ ബാക്ക് ഏക്ക് ഇഷ്യൂസ് ഉണ്ടാവും, ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും അടിയിൽ. ആ ഒരു സ്റ്റേജിൽ നിന്ന് അവർക്കൊരു ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ഒറ്റ ദിവസം കൊണ്ട് ചെയ്തിട്ട് കുറഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ഏറ്റവും റിവാർഡിങ് ആയിട്ടുള്ള സർജറിയാണ്. കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനെ ഒരു ഏറ്റവും താങ്ക് യു ഡോക്ടർ കൊണ്ട് ഒരു ഹഗ് ചെയ്യുന്നൊരു മിക്കവാറും ക്ലയൻസ് അവർക്ക് അത്രയും ഹാപ്പിനെസ് ആണ്. ഫസ്റ്റ് പോസ്റ്റ് ഓപ്പ് ഡേ തന്നെ അവർക്ക് ആ ചേഞ്ചും കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ചേഞ്ചാണ് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി. ബട്ട് ആസ് യു ടോൾഡ്, ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സ്റ്റിഗ്മയാണ് അല്ലേ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി അല്ലെങ്കിൽ ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറി എന്ന് പറയുമ്പോൾ ഇപ്പോഴും എത്രത്തോളം കോമൺ ആണ് ശരിക്കും? കൂടുതലും വളരെ പോപ്പുലർ ആയിട്ട് കൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ അവരുടെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സെൻസേഷൻ ഇഷ്യൂസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കാരണം കൊണ്ട് പാല് കൊടുക്കാനായിട്ട് കുട്ടികൾക്ക് പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അങ്ങനെ പാല് കൊടുക്കാനായിട്ട് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളതാണ് അവരുടെ ഇഷ്യൂ. നല്ല രീതിയിലുള്ളൊരു ടെക്നിക്കലും കാര്യങ്ങളിനകത്ത് ഇതിന് സെൻസേഷനകത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ പ്രഗ്നൻസിക്കകത്ത് ലാക്ടേഷനകത്ത് ഒരു കുറവോ കാര്യങ്ങളൊന്നും വരേണ്ട ഒരു കാര്യമില്ല. അത് പ്രോപ്പറായിട്ടുള്ള നല്ല സർജിക്കൽ ടെക്നിക്കിലൂടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാനൊരു കാര്യമില്ല. പിന്നെ ഈ ഒരു ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ഒരു ഫീമെയിലിനെ കൊടുത്തത് നമ്മൾ ചോദിക്കുകയാണ്, ഈ ഇഷ്യൂസൊക്കെ നിനക്ക് ഇമ്പോർട്ടൻ്റ് ആണോ അതോ എനിക്ക് നടുവ് നിവർത്തി. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 4 കിലോ വെയിറ്റ് ഒക്കെ ആയിരിക്കും ചില ആൾക്കാർക്ക് ഇത് കാരണം കൊണ്ട് ഉണ്ടാകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ലൈഫ്, അവരുടെ സോഷ്യൽ ലൈഫ് തന്നെ അത് കാരണം കൊണ്ട് അവർക്ക് ഒരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല. സോ ഒരു കോസ്മെറ്റിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂവിൻ്റെ അപ്പുറത്തോട്ട് അവരുടെ സോഷ്യൽ ലൈഫ്, അവരുടെ ക്യാരക്ടർ തന്നെ ചിലപ്പോൾ അവർ ഉൾവലിഞ്ഞ് കുറേയും കൂടെ അവർ സൊസൈറ്റിയിൽ നിന്ന് കുറച്ചൊക്കെ മാറിയിട്ടുള്ള ആൾക്കാരായിട്ടും കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു വലിയ റിലീഫാണ് ബ്രസ്റ്റ് റിഡക്ഷൻ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോൺഫിഡൻസ് ആക്ച്വലി.